നമസ്കാരം. വാർത്തകളുമായി ഞാൻ ഷാജി പുഷ്പാങ്കദൻ. ഇന്ന് 149ാമത് മന്നം ജയന്തി. NSS ആസ്ഥാനത്ത് വിപുലമായ ആഘോഷങ്ങൾ. ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകും. കേരള ഹൈക്കോടതിയുടെ തലപ്പത്തേക്ക് മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ എത്തുന്നു. തുടക്കം കലക്കി. കൊച്ചി മെട്രോയ്ക്കും ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷ തലേന്നും പുലർച്ചെയുമായി റെക്കോർഡ് യാത്രക്കാർ. കപ്പ് സിറപ്പ് വിൽപ്പനയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്ത്. വടക്കൻ പറവൂരിലെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രസവത്തിന് പിന്നാലെ യുവതി മരിച്ചു. ചികിത്സ പിഴവാണ് മരണകാരണമെന്ന് ബന്ധുക്കളുടെ ആരോപണം. വയനാട് ടൗൺഷിപ്പ് 1ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാക്കി വീടുകൾ കൈമാറും. സമഗ്ര പുനരധിവാസമാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തും. സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചതോടെയാണ് പോലീസ് നടപടികൾ കടുപ്പിക്കുന്നത്. പുകവലിക്കാർക്ക് പണി കിട്ടി. സിഗരറ്റിന് 5 രൂപ വരെ കൂടും. പാൻ മസാലയും വില കൂടും. സ്വർണ്ണക്കൊള്ള SITക്ക് പല കാര്യങ്ങളും വ്യക്തത തേടേണ്ടി വരും. കടകംപള്ളിയെ ചോദ്യം ചെയ്തതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി. പുതുവർഷ ആഘോഷങ്ങൾക്കിടെ സ്വിറ്റ്സർലൻഡിൽ വൻ സ്ഫോടനം. 40 പേർ മരിച്ചു, 100 പേർക്ക് പരിക്ക്. സ്വിറ്റ്സർലൻഡിലുണ്ടായ സ്ഫോടനം അട്ടിമറി സാധ്യത തള്ളി അധികൃതർ. തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അപ്പാർട്ട്മെന്റിൽ നിന്ന് ചാടി ജർമ്മനിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ഉന്നത പഠനത്തിനായി ജർമ്മനിയിലേക്ക് പോയ ഇന്ത്യൻ വിദ്യാർത്ഥിക്കാണ് പുതുവർഷ ദിനത്തിൽ ദാരുണാന്ത്യം. ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സ്വാതന്ത്ര്യദിനത്തിൽ ഓടിത്തുടങ്ങും. 2027 ഓഗസ്റ്റ് 15-നായിരിക്കും മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയിൽ ഘട്ടം ഘട്ടമായി ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുക. എല്ലാം നുണയെന്ന് ജയസൂര്യ. താൻ നികുതി അടയ്ക്കുന്ന സാധാരണ പൗരൻ. വീണ്ടും സമൻസ് എന്ന നുണപ്രചരണത്തിന് ജയസൂര്യയുടെ മറുപടി. വർക്കലയിൽ 19-കാരിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടിയിട്ട കേസ്. കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ചോദ്യം ചെയ്യാനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിച്ചുവെന്ന വാർത്ത നിഷേധിച്ച് ജയസൂര്യ. ED സമൻസ് നൽകിയെന്നും 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്നും പറയുന്ന വാർത്ത നുണപ്രചരണമാണെന്ന് ജയസൂര്യ പ്രസ്താവനയിൽ അറിയിച്ചു. 2 ദിവസമായി ചാനലിലൂടെ സമൻസ് കിട്ടുന്നതല്ലാതെ നേരിട്ട് തനിക്കോ ഭാര്യയ്ക്കോ EDയിൽ നിന്ന് നിർദ്ദേശമൊന്നും ലഭിച്ചില്ലെന്നും നടൻ വ്യക്തമാക്കി. മന്നം ജയന്തി ദിനത്തിൽ മന്നത്ത് പത്മനാഭനെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിലാണ് Xൽ കുറിപ്പിട്ടത്. ആത്മാഭിമാനം, സമത്വം, സാമൂഹിക പരിഷ്കരണം എന്നിവയിൽ വേരൂന്നിയാണ് യഥാർത്ഥ പുരോഗതി എന്ന് വിശ്വസിച്ച ക്രാന്തദർശിയായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ കഴിഞ്ഞു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.